ഹായ് ഗേസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സാമ്പാറാണ്. അപ്പം ഈ ചാനൽ കാണുന്ന എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം നമുക്ക് നേരെ കിച്ചണിലേക്ക് പോവാം. സാമ്പാറിനുള്ള ഐറ്റംസൊക്കെ നമുക്ക് കട്ട് ചെയ്യണം, ഉണ്ടാക്കണം. അപ്പം നമുക്ക് നേരെ കിച്ചണിലേക്ക് പോവാം. ഗേസ്, അപ്പം നമുക്ക് പച്ചക്കറി എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. സാമ്പാറിനുള്ള കഷ്ണങ്ങളെല്ലാം റെഡിയാണ്. എല്ലാം ഈ രീതി വേണം നമ്മൾ സാമ്പാറിനുള്ള കഷ്ണങ്ങളെല്ലാം അരിയേണ്ടത്. വാഴയ്ക്കയുണ്ട്, ക്യാരറ്റുണ്ട്, കാച്ചിലുണ്ട്, കുമ്പളങ്ങയുണ്ട്, മത്തങ്ങയുണ്ട്, വഴുതനങ്ങയുണ്ട്, പടവലമുണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മുരിങ്ങയ്ക്കയുണ്ട്, ഒരു സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തോനപ്പയറുണ്ട്, നോർമൽ നമ്മുടെ പയറുണ്ട്. അതുപോലെ തന്നെ കോവയ്ക്ക, 3 പച്ചമുളക് ഇതുപോലെ കീറിയിട്ടിട്ടുണ്ട്. അതുപോലെ 4 വെളുത്തുള്ളി നമ്മൾ കീറിയിട്ടുണ്ട്. പിന്നെ തക്കാളിക്ക, അതുപോലെ വെണ്ടയ്ക്ക, പിന്നെ ചെറിയുള്ളിയുണ്ട്, കായം എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയൊരു കഷ്ണം കായമുണ്ട്. പരിപ്പാണ്, കടലപ്പരിപ്പാണ്, ഒരു അരക്കപ്പ് കടലപ്പരിപ്പുണ്ട്. അതുപോലെ തന്നെ വാളംപുളി നമ്മളൊരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള ഒരു പുളി ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുവാണ്. അപ്പോൾ ഇനി നമുക്കിത് കുക്കറിൽ വെച്ചാണ് നമ്മളിത് വേവിക്കുന്നത്. കുക്കറിലൊരു വിസിലടിച്ച് എടുത്തതിന് ശേഷം നമുക്ക് വേവിക്കാം. കുക്കറിലാണ് വേവിക്കുന്നത്. അപ്പം കുക്കർ വെക്കാം. അപ്പോൾ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ കുക്കർ വെച്ചിട്ടുണ്ട്, സ്റ്റവ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. അതിനുശേഷം നമുക്ക് പരിപ്പ് ഇടാം. പരിപ്പാണ് ആദ്യം ഇടുന്നത്. പരിപ്പിടുകയാണ്. ഇനി നമുക്ക് കഷ്ണങ്ങളെല്ലാം ഇതിനകത്തൊക്കെ ഇടാം. കഷ്ണങ്ങളെല്ലാം ഇടുന്നുണ്ട്. നമ്മൾ എല്ലാ കഷ്ണങ്ങളും ഇപ്പോൾ ഇടുന്നില്ല. വെണ്ടയ്ക്കായും തക്കാളിക്കയും ഈ ഒരു വിസിൽ അടിച്ചതിന് ശേഷം നമുക്കിടാം, അല്ലെങ്കിൽ അതങ്ങ് വെന്ത് പോകും. അതുകൊണ്ട് വെണ്ടയ്ക്കയും തക്കാളിക്കയും ഒരു വിസിൽ അടിച്ചതിന് ശേഷമേ ഇടുന്നുള്ളൂ. കഷ്ണങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി ഇച്ചിരി മഞ്ഞൾ പൊടിയും ഉപ്പും പിന്നെ കായം അതും കൂടി ഇട്ടിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം. അപ്പോൾ 1/2 സ്പൂണ് മഞ്ഞൾ പൊടി ഇടുവാണ്. പിന്നെ ഇത് വേകാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ആദ്യം അങ്ങ് ചേർത്തേക്കാം. പിന്നെ പുളി ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ പുളി ഇങ്ങനെ കറക്റ്റ് മാച്ച് ആവത്തില്ല. അപ്പോൾ ആദ്യം നമുക്ക് ഉപ്പ് ഇട്ട് പച്ചക്കറിക്ക് ഒന്ന് പിടിക്കുന്ന രീതിയിൽ ഉപ്പ് അങ്ങ് ആഡ് ചെയ്യുക. ആദ്യം ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. കായത്തിൻ്റെ പീസും കൂടെ നമ്മൾ ഇപ്പം വേവിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇടുകയാണ്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർക്കുക. പച്ചക്കറി മുങ്ങിക്കിടക്കുന്ന ആവശ്യത്തിന് വെള്ളം വേണം. പച്ചക്കറി നല്ലവണ്ണം മുങ്ങിക്കിടക്കണം. എങ്കിൽ നല്ലവണ്ണം വേകുന്ന രീതിയിൽ, നല്ലവണ്ണം മുങ്ങുന്ന രീതിയിൽ തന്നെ വെള്ളം ഒഴിച്ച് വെക്കുക. വെള്ളമെല്ലാം ആവശ്യത്തിന് ഒഴിച്ചിട്ടുണ്ട്. ഇനി കുക്കർ അടച്ച് വെച്ച് വേവിക്കാം. ഒരു വിസിൽ അടിച്ചതിന് ശേഷം നമുക്കിനി ഓപ്പൺ ചെയ്യാം. അതുവരെ അടച്ച് വെച്ച് വേവിക്കാം. അങ്ങനെ ഒരു വിസിലടിച്ച് നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പുളിവെള്ളം ആഡ് ചെയ്യാം. വാളംപുളി പിഴിഞ്ഞെടുത്ത വെള്ളമാണ് ആഡ് ചെയ്തേക്കുന്നത്. അധികം പുളി ഉപയോഗിക്കാതിരിക്കുക. കാരണം പുളി കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് പുളി കുറഞ്ഞാൽ ഇത് തക്കാളി ഇട്ടാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതിനകത്തുള്ള തക്കാളിക്ക് വെണ്ടയ്ക്കയും കൂടാണ്. അതുകൊണ്ട് നമുക്ക് ഇതിലേക്കിടാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് പൊടികളൊക്കെ ഒന്ന് മൂപ്പിക്കാം. അപ്പോൾ അതിന് വേണ്ടി ആദ്യം ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ചെറുള്ളി ഉണ്ടല്ലോ, ചെറുള്ളി ആദ്യം ഇതിലിട്ടൊന്ന് വഴറ്റാം. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ പൊടിയും കൂടെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് സാമ്പാറിലേക്ക് കുക്കറിനകത്ത് വേവിച്ച് വെച്ചേക്കുന്നതിനകത്തോട്ട് നമുക്ക് ആഡ് ചെയ്യാം.
അപ്പോൾ ചെറുള്ളി ഇടുകയാണ് ഇതിനകത്തോട്ട്. അതിൻ്റെ കൂടെ തന്നെ കരിയാപ്പിലയും കൂടെ ഇടുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് മൂത്തിട്ട് നമുക്ക് പൊടി കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യാം. നമ്മൾ ചെറുള്ളി നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് ശേഷം വേണം പൊടി ആഡ് ചെയ്യാൻ. മുളക് പൊടി നമുക്ക് ആഡ് ചെയ്യാം. 1 സ്പൂൺ മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത്. തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ, അത് കരിഞ്ഞു പോകും. അതിൻ്റെ കൂടെ തന്നെ മല്ലിപ്പൊടിയും കൂടെ 1 സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് സാമ്പാർ പൊടിയാണ്. സാമ്പാർ പൊടി 2 സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വേണം കായത്തിൻ്റെ പൊടിയാണ്. കായത്തിൻ്റെ പൊടിയും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഇട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടി കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നല്ലവണ്ണം ഒന്ന് മിക്സ് എടുക്കാം. അതിന് ശേഷം നമുക്ക് ഇത് കഷ്ണത്തിലോട്ട് ആഡ് ചെയ്യാം. അപ്പം നല്ലവണ്ണം ഒന്ന് പൊടിയൊന്ന് മൂക്കുന്നവരെ ഒന്ന് ഇളക്കിയെടുക്കാം. അങ്ങനെ പൊടിയെല്ലാം മൂത്തിട്ടുണ്ട്. നമുക്കിനി ഇത് കഷ്ണത്തിലേക്ക് ആഡ് ചെയ്യാം. കഷ്ണത്തിലേക്ക് ഇടുവാണ്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കിയെടുക്കണം. കഷ്ണത്തിലിട്ടിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുക്കണം. ഇത് ഈ പൊടിയെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കാം സാമ്പാർ കഷ്ണത്തിൽ. എന്നിട്ട് വേവിക്കാൻ വെക്കാം കുറച്ച് നേരം കൂടി. അങ്ങനെ നമ്മൾ പൊടിയെല്ലാം ഇട്ട് മിക്സ് ചെയ്ത് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഉപ്പും പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അടുത്തായി നമുക്ക് കടുക് പൊട്ടിക്കണം. അപ്പോൾ അതിനുള്ള പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് സ്റ്റൗവിൽ. ഇനി നമുക്ക് അതിനകത്തോട്ട് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. 2 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കുക, എന്നാലേ ടേസ്റ്റ് കിട്ടത്തുള്ളൂ നമുക്ക്. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് ഇതിനകത്തേക്ക് ഇടാം. കടുക് ഒന്ന് പൊട്ടുമ്പോഴത്തേക്ക് നമുക്ക് കരിയാപ്പില വറ്റമുളകും കൂടെ വേണം ഇതിനകത്ത് ആഡ് ചെയ്യണം. നമ്മുടെ കടുക് പൊട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു നുള്ളു ഉലുവയും കൂടെ ഇതിനകത്തേക്ക് ഇടാം. ഉലുവയും കൂടെ ഒന്ന് പൊട്ടിയിട്ട് നമുക്ക് വറ്റമുളക് ആഡ് ചെയ്യാം. നമുക്കിനി വറ്റമുളക് ആഡ് ചെയ്യാം. അതുകൂടെ തന്നെ കരിയാപ്പിലയും ആഡ് ചെയ്ത് ഒന്ന് ഇളക്കി എടുത്തിട്ട് നമുക്കിത് ഒന്ന് ഇളക്കിയെടുക്കാം. അതിന് ശേഷം മെയിനായിട്ടുള്ളതെന്ന് നമ്മൾ സാമ്പാർ പൊടി ഒരു അര സ്പൂണും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഇളക്കിയെടുക്കാമേ. 1/2 സ്പൂണ് സാമ്പാർ പൊടിയും കൂടി, 1/2 സ്പൂണ് സാമ്പാർ പൊടിയും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നതിന് ഇതൊന്ന് ഇളക്കിയെടുത്തിട്ട് നമുക്ക് സാമ്പാറിലേക്ക് താളിച്ചൊഴിക്കാം. ഇനി താളിച്ചത് സാമ്പാറിലേക്ക് ഒഴിക്കാമേ. ഇനി സാമ്പാർ നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെക്കാം. കാരണം ചൂടോടെ സാമ്പാർ കഴിക്കാൻ കൊള്ളത്തില്ല. അപ്പോൾ നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്തിട്ട് നമുക്കിനി സാമ്പാർ ഒരു 10-15 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചേക്കാം. ഈ കുക്കറിൻ്റെ അടപ്പ് തന്നെ വെച്ചങ്ങ് അടച്ചാൽ മതി. നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെക്കാം. അല്ലാതെ ചൂടോടെ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. നമ്മളൊന്ന് ആറിക്കഴിയുമ്പോഴേ ഉള്ളൂ നമുക്ക് ആ സാമ്പാറിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഈ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന മെത്തേഡാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ നമുക്കിതൊന്ന് ഓഫ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെക്കാം. അങ്ങനെ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളൊരു ബൗളിലേക്ക് സാമ്പാർ മാറ്റിയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ടാണ് ചെയ്യുന്ന മെത്തേഡാണ് നമ്മളിവിടെ കാണിച്ചേക്കുന്നത്. ബാച്ചിലേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന രീതിയിലാണ് നമ്മളിവിടെ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പം എല്ലാവരും വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.